ദീപകിനോട് അല്പം മുമ്പ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ വയനാട് വയനാടിനെ ഒരു തീവ്ര ദുരന്തമായി തന്നെ കാണുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കോടതി അറിയിച്ച ദിവസം കൂടിയാണ്. അതിനെങ്ങനെയാണ് ഇപ്പോൾ BJP ന്യായീകരിക്കുന്നത്? ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് കരുതുകയാണോ അവർ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി BJP ഉയർത്തി കാണിക്കുന്നത് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്, സഹായങ്ങൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത് എന്നുള്ളതാണ്. പണത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അഭാവവും നിലവിലില്ല. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം സംസ്ഥാനം പൂർണ്ണമായും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് BJP. ഈ കാര്യത്തിൽ ഒരു വിധത്തിലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്ലാനും ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കൃത്യമായ ഒരു മെമ്മോറാണ്ടം ഫൈനലായി തയ്യാറാക്കി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പണം അനുവദിക്കുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നത്. അത് സാങ്കേതികം മാത്രമാണ് എന്നുള്ള നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരാജയം അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള നീക്കം നടത്തേണ്ടതില്ല. സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങൾ ഒരു വിധത്തിലും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഏശാനും പോകുന്നില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നമ്മൾ മന്ത്രി കെ രാജൻ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണവും ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പരിഹാസ രൂപേണ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ദുരന്തബാധിതരായി വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ വാടക കൊടുക്കാനുള്ള നടപടി കെ രാജൻ എടുക്കട്ടെ എന്നുള്ളത് മാത്രമാണ് അത്തരത്തിലുള്ള പ്രതികരണമായി വരികയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന നടപടി ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നേരത്തെ UPA സർക്കാരിന്റെ കാലത്ത് തന്നെ ദേശീയ ദുരന്തം എന്നുള്ള പ്രഖ്യാപനം എടുത്തു കളഞ്ഞതാണ്. ആ കാര്യങ്ങൾ കോൺഗ്രസുകാർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള പ്രതികരണവുമാണ് BJP നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നത് വ്യാജ പ്രചാരണമാണ്. നിലവിൽ ആവശ്യത്തിലധികം തുക കേന്ദ്ര സർക്കാർ നൽകിയത് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കൈവശം ചെലവാക്കാതെയുണ്ട് എന്നുള്ള സമീപനം BJP സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്പോൺസർമാരെ ഉൾപ്പെടെ എന്തുകൊണ്ട് യോഗങ്ങളിൽ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പുനരധിവാസത്തിന് പ്രത്യേക പ്ലാൻ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നു എന്നുള്ള ചോദ്യവും കൂടി ചോദിച്ചുകൊണ്ടാണ് നിലവിൽ BJP ഈ കാര്യത്തെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് BJPക്കും കോൺഗ്രസിനും ഇതിൽ പങ്ക് എന്നാണ് CPM ഉന്നയിക്കുന്നത്. തിരിച്ച് LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. അതിലപ്പുറം പ്രധാനപ്പെട്ട ആരോപണങ്ങൾ BJPക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ടോ? BJP കാര്യത്തിൽ പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പിന്തുണ നൽകിയിട്ടുള്ളത് CPM ആണ്. CPM നൽകിയിരിക്കുന്ന പിന്തുണ പ്രകാരം UDF ആണ് വോട്ട് ചേർത്തിട്ടുള്ളത്. തങ്ങൾ ഒരു തരത്തിലും അത്തരത്തിൽ വോട്ട് ചേർക്കുന്ന നടപടിയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാജ വോട്ടുകൾ പൂർണ്ണമായും വെട്ടണം, നിയമപരമായി മുന്നോട്ട് പോകും ഈ കാര്യത്തിൽ എന്നുള്ള നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഒരിടത്തും ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർക്കാൻ ഒരു തരത്തിലും സഹായം BJPക്കോ അല്ലെങ്കിൽ NDAക്കോ കിട്ടുന്ന സാഹചര്യം നിലവിലില്ല. സംസ്ഥാന സർക്കാർ BJPയുടേതല്ല, ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും തന്നെ BJPയുടേതല്ല. അതുകൊണ്ട് തങ്ങൾക്ക് അത്തരത്തിൽ സഹായം കിട്ടിയിട്ടുമില്ല എന്നുള്ള നിലപാട് BJP സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാലക്കാട് മണ്ഡലത്തിലെ 33-ാം ബൂത്ത്, ആ ബൂത്തിൽ 16 വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ വിശദീകരിക്കാൻ BLOമാർക്ക് സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും ആ കാര്യത്തിൽ നടപടിയും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ കളക്ടർ ഉൾപ്പെടെ CPMന്റെ ഉള്ളം കൈയിലാണ്. ജില്ലാ വരണാധികാരിയായിട്ടുള്ള കളക്ടർ ഈ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക, തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഇരു മുന്നണികളും ചേർന്നുകൊണ്ട് വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ള ആക്ഷേപവും BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്മൃതി. ശരി, ആർ റോഷിപാലും ദീപക് മലയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.